നീ എന്താടി കിളിക്കണത്? എന്താ ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അക്ബറിന്റെ നോട്ടം ശരിയല്ല. കണ്ണുകൊണ്ടുള്ള കഥകളുണ്ടല്ലോ, അതങ്ങനെ നിർത്തിയേക്ക്. നേളിലുണ്ടായാലുണ്ടല്ലോ ഈ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചോളയും. വാലെത്തിപ്രാവേ. ഞാൻ അങ്ങനെ നോക്കി എല്ലാരെയും നോക്കുന്നെങ്കിൽ ഇല്ലല്ല ഞാൻ അത്രക്കാരൻ ഇല്ലല്ല അനുമോൾ അങ്ങനെ പറഞ്ഞോ, അതോ ഞങ്ങൾ കേട്ടതിന്റെ തെറ്റാണോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇല്ല, ആ കുട്ടി പറഞ്ഞാണ്. അനുമോൾ അങ്ങനെ പറഞ്ഞോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ലാലേട്ടാ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ശരത്തേനും വയ്യാണ്ടായി ഇവിടെ. അല്ലല്ല അനുമോളെ, നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട അവൻ പറഞ്ഞ അനുമോൾ അങ്ങനെ പറഞ്ഞോ? നോട്ടത്തിന്റെ അല്ല ലാലേ, ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോക്കുന്നതെന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ നോക്കാം, അല്ലാതെ വേറെ വായി നോക്കാം അങ്ങനെ. കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ, തീരില്ല. അത് മതി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പെണ്ണെ, ആവശ്യമില്ലാതെ ജനറേറ്ററിന്റെ അകത്ത് ഡീസൽ ഒഴിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വായി നോക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഗതികേട് എനിക്ക് പക്ഷെ ഇക്ക നോക്കിയത് കുറച്ച് റൂഡായിട്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോ വേണ്ട കള്ളത്തറൊന്നും പറയണ്ട. എന്റെ പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. ഞാനിപ്പോ കള്ളം പറഞ്ഞ പോലെ ആയല്ലോ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. സഹിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് എനിക്ക്. ഞാൻ അക്ബർക്കടെ എനിക്ക് ഇഷ്ടമല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവഹേളിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെ മരിക്കും. പുള്ളിയുടെ നോട്ടൊന്നും ശരിയാണ്. പുള്ളിയുടെ എന്താ ഉറക്കം വരുന്നു. ഇക്ക എന്റെ അടുത്ത് അധികം മിണ്ടാറില്ല. എന്നെ നോക്കുന്നതൊക്കെ ഒരു ദേഷ്യത്തില എപ്പോഴും. ആ നോട്ടം എനിക്ക് നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. നോക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പുള്ളി ആ തരത്തിൽ നോക്കും. പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയാലും ഏത് തരാന്ന് അവര് ജഡ്ജ്മെന്റിലാവുമല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അങ്ങനെ ഒരു ജോലി ഹംകേള്. ഉണർത്തോളം പോട്ടെ, സഹിക്ക് തന്നെ. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്.